ഫോർട്ട് കൊച്ചി. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി. എറണാകുളം നഗരകേന്ദ്രത്തിൽ നിന്നും റോഡ് മാർഗം 12 കിലോമീറ്റർ അകലെയാണ് ഫോർട്ട് കൊച്ചി. 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ജലമാർഗ ദൂരം. കേരള ചരിത്രത്തിൻ്റെ സുപ്രധാനമായ പങ്ക് ഫോർട്ട് കൊച്ചിക്കുണ്ട്. സാന്റാക്രൂസ് ബസിലിക്ക തുടങ്ങി പല വിനോദസഞ്ചാര ആകർഷണങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ വാസ്തുകലാ പാരമ്പര്യം ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചിരിക്കുന്നു. വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളിയായ സെന്റ് ഫ്രാൻസിസ് പള്ളി, ഡച്ച് സെമിത്തേരി, ചീനവലകൾ തുടങ്ങിയ പല ചരിത്ര സ്മാരകങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഫോർട്ട് കൊച്ചി കാർണിവൽ എല്ലാ വർഷവും പുതുവർഷ ദിനത്തിൽ ആഘോഷിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ കാർണിവൽ കാണാനെത്തുന്നു. ഫോർട്ട് കൊച്ചി ജൂത പൈതൃകത്തിന് പേരുകേട്ട ഒരു ചരിത്ര സ്ഥലമാണ്. മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ജൂത സമൂഹത്തിൻ്റെ സംസ്കാരത്തെയും ആചാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. പരദേശി സിനഗോഗ്, കടവമ്പാകം മട്ടാഞ്ചേരി സിനഗോഗ് എന്നീ ജൂത ആരാധനാലയങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മട്ടാഞ്ചേരി കൊട്ടാരത്തിനും സിനഗോഗിനും ഇടയിലാണ് ജൂത പട്ടണം അല്ലെങ്കിൽ ജൂത തെരുവ് സ്ഥിതി ചെയ്യുന്നത്. കൗതുകകരമായ മരക്കൊമ്പ് കൊത്തുപണികൾ, എണ്ണവിളക്കുകൾ, സുഗന്ധവ്യഞ്ജന പെട്ടികൾ, പുരാതന വസ്തുക്കൾ, ഇന്ത്യൻ വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളാൽ തെരുവ് നിറഞ്ഞിരിക്കുന്നു. ഏകദേശം 3 മീറ്റർ വ്യാസമുള്ള ഒരു വലിയ വെങ്കല പാത്രമായ വാർപ്പ് ഈ സ്ഥലത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. വിൻറ്റേജ് ഫോട്ടോഗ്രാഫുകൾ, ചൈനീസ് കരകൗശലങ്ങൾ, വാതിൽ ഫ്രെയിമുകൾ, ഗ്ലാസ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ ഈ തെരുവിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. AD 14-ാം നൂറ്റാണ്ടിൽ ജൂതന്മാർ കൊച്ചിയിലേക്ക് മാറി താമസിക്കുകയും അവിടെ ഒരു പുതിയ സിനഗോഗ പണിയുകയും ചെയ്തു. ചരിത്രത്തിൻ്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് ഒരു വലിയ ഘടികാരം ഇപ്പോഴുമുണ്ട്. കൈകൊണ്ട് വരച്ച വെവ്വേറെ ചിത്രങ്ങളോടുകൂടി ചൈനയിൽ നിർമ്മിച്ച 286 പോഴ്സലൈൻ തറയോടുകൾ ദേവാലയത്തിൻ്റെ നിലത്ത് പാകിയിരിക്കുന്നു. 1000-ാം ആണ്ടിലെ ഭാസ്കര രവിവർമ്മൻ്റെ ചേപ്പേടും 1805-ൽ തിരുവിതാംകൂർ മഹാരാജാവ് സംഭാവന ചെയ്ത പൊൻകിരീടവും ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മെക്കാളെ സമർപ്പിച്ച ഏതാനും വെള്ളി വിളക്കുകളുമാണ് ഇവിടെയുള്ള മറ്റ് ആകർഷണങ്ങൾ. കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഈ ആശയത്തിന് പിന്നിൽ. കൊച്ചി മെട്രോയുടെ ഫീഡർ സർവീസായി ഇതിനെ കണക്കാക്കുന്നു. 2023 ഏപ്രിൽ 26-ന് പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബോട്ടുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മട്ടാഞ്ചേരി കൊട്ടാരം. ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം കേരളീയ കൊളോണിയൽ വാസ്തുശൈലിയിൽ തീർത്ത മനോഹരമായ ഒരു ചരിത്ര സ്മാരകമാണ്. എറണാകുളത്ത് നിന്ന് 12 കിലോമീറ്റർ അകലെ മട്ടാഞ്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി മഹാരാജാവായ വീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകാൻ 1545-ൽ പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 100 വർഷത്തിനു ശേഷം കൊച്ചിയിൽ സ്വാധീനമുറപ്പിച്ച ഡച്ചുകാർ ശ്രദ്ധേയമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനാൽ ഇതിനെ ഡച്ച് പാലസ് എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം. കൊച്ചിയിൽ മ്യൂസിയങ്ങൾക്ക് ഒരു കുറവുമില്ല. ഓരോന്നിനും ചരിത്രത്തിൻ്റെ രസകരമായ അധ്യായങ്ങളുണ്ട്. ചിലതിന് അവരുടേതായ ചരിത്രവുമുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ഇന്ത്യൻ മാരിടൈം നേവൽ മ്യൂസിയം അത്തരമൊരു മ്യൂസിയമാണ്. 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ ബങ്കറുകളായിരുന്ന 2 കെട്ടിടങ്ങളാണ് മ്യൂസിയത്തിലുള്ളത്.
1938 ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ കൊച്ചിയിൽ 2 ഉറപ്പുള്ള ബങ്കറുകൾ നിർമ്മിച്ചിരുന്നു. ബർമീസ് തീരങ്ങളിൽ വരെ എത്തിയ ജാപ്പനീസ് സൈന്യത്തെക്കുറിച്ച് ജാഗ്രത പാലിച്ച ബ്രിട്ടീഷുകാർ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് 1 വർഷം മുമ്പ് ഈ ബങ്കറുകൾ നിർമ്മിച്ചു. ജാപ്പനീസ് സൈന്യം വിജയിച്ചില്ല. ബങ്കറുകൾ കേടുകൂടാതെയിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം 2001 സദേൺ നേവൽ ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡ് സ്ഥലം ഒരു മ്യൂസിയമാക്കി മാറ്റാൻ തീരുമാനിച്ചു.